ഹലോ കൂട്ടുകാരെ, കൃഷികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പൂച്ചെടി നടാൻ പോവാ കേട്ടോ. കാരണം ഓണം ഇവിടെ അടുത്തു. ഓണം അടുത്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ 5 ഓണാണല്ലോ. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് പൂക്കളിടണമെങ്കിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ ചിന്ത വരുന്ന പൂവ് ഏതായിരിക്കും? ചെണ്ടുമല്ലിയ. അപ്പൊ ചെണ്ടുമല്ലിക്ക് അന്നേരം ഭയങ്കര വിലയായിരിക്കും. ഏതിനാണോ ഭയങ്കര ഡിമാൻഡ് ഉള്ളത് അതിന് കുറച്ച് വില കൂടുതലാണല്ലോ. അപ്പൊ നമ്മൾ ഇപ്പം തന്നെ അങ്ങ് ശ്രമിച്ചാൽ ചെണ്ടുമല്ലിയൊക്കെ നമുക്ക് ഉണ്ടാക്കാലോ. വേഗം വളരുന്ന ഒന്നാ ചെണ്ടുമല്ലി. ബന്ദിപ്പൂ എന്നൊക്കെ പറയും, ഞാൻ ഇവിടെ ചെണ്ടുമല്ലി എന്നാ പറയാ. പല കളറിലും ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ മഞ്ഞല്ല, ഒരു ഓറഞ്ച് സൈസാ അതുണ്ട്. അപ്പൊ ഞാന് ചെണ്ടുമല്ലി കുറച്ച് കട്ട് ചെയ്ത് വളർത്തിയിരുന്നു. ആ വളർത്തിയതൊക്കെ വേര് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പിരിച്ചു കുഴിച്ചിടുന്നു. ഞാൻ നടുന്നതൊക്കെ ഞങ്ങളെ കാണിച്ചതാ. പീസാക്കി നടുന്നത് കാണിച്ചിരുന്നു. അത് മുള വന്നു, വേരൊക്കെ വന്നു, അതും കാണിച്ചു തരാം. നടുന്നത് കാണിച്ചു തരാം. നവരി ഒരു ചെണ്ടുമല്ലിന്റെ ചെടിയാ ഇത്. ആ ചെടി ഞാൻ ഇങ്ങനെ പീസാക്കിയിട്ട് ഞാൻ നട്ടത് എന്റെ ചാനലിലുണ്ട് കുറച്ച് ദിവസം മുമ്പ്. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ തണ്ട് പൊട്ടിച്ച് നട്ടുണ്ടാകുന്ന ആ ചെടിക്കാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക. നമ്മൾ പൂക്കളിന് വേണ്ടിയിട്ടാണല്ലോ ഇത് വളർത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ പീസാക്കി നട്ടത് കണ്ടോ, ഒന്നുപോലും പോയിട്ടില്ല. എല്ലാം മുളച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊന്ന് പറിച്ച് നോക്കട്ടെ കേട്ടോ, എന്താ അതിന്റെ സ്ഥിതി എന്ന് അറിയാന്. നന്നായി ഞാൻ കഴുകി കാണിച്ചു തരാം. ഇതിന്റെ വേര് കണ്ടോ, ഈ വേര് ഇത്ര കൂടുതൽ ഉണ്ടായാൽ അത്രക്ക് പെട്ടെന്ന് വളർച്ചയും വരും. കൂടുതൽ നമുക്ക് തണ്ട് വലുത് വരും. ശാഖ വന്നു കഴിഞ്ഞാലാണല്ലോ നമ്മൾ തണ്ട് കുറേ മൊട്ടുണ്ടാകുക. മൊട്ടാണല്ലോ വിരിയുന്നത്. അപ്പൊ കണ്ടോ അത് കുറഞ്ഞ ദിവസം മുമ്പ് ഞാൻ പൊട്ടിച്ച് നട്ടതായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ നടാൻ പോവുക. എണ്ണ തീരില്ല, അത്ര പേര് ഈ ഒരു ചെറിയ കമ്പ് പൊട്ടിച്ച് നട്ടപ്പുണ്ടായത്. അപ്പൊ നിങ്ങളെ വ്യക്തമായി കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? എല്ലാവരും എന്നോട് ചോദിക്കുക, ഇതിന്റെ പീസ് നട്ട ഉണ്ടാവോ ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സംശയം തീർന്നല്ലോ. ഞാൻ ഇങ്ങനെ വ്യക്തമായി കാണിച്ചു തന്നില്ലേ. അങ്ങനെ ഒരു ചെടിയിൽ നിന്ന് എത്ര തയ്യാ നോക്കുണ്ടായത്? 1 2 3 4 5 6 7 8 9 എത്രയോ നോക്കത് മൊട്ടിട്ട് നോക്ക്. ഇത്ര ചെറിയലിന്ന് മൊട്ട് വരെ വന്നുതാ. ഇതിങ്ങ് വിരിഞ്ഞ എന്ത് രസം ഉണ്ടാവും. അപ്പൊ അത്രക്കും പെട്ടെന്ന് പൂ ഉണ്ടാകുന്ന ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ ഇത് നടാൻ പോവട്ടെ കേട്ടോ. നടുന്നത് പോട്ടിലാ. ഇത് ചെണ്ടുമല്ലി പോട്ടിൽ നടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇങ്ങനെ ലൈനായിട്ട് നടാം. പക്ഷെ മഴയായിട്ട് കാട് പിടിച്ച് കിടക്കുക. അപ്പൊ പോട്ടിലാ നടാൻ ഉദ്ദേശിച്ചത്. ഇനി പോട്ട് കൊണ്ടുവച്ചു. ഇനി നമുക്ക് നടാൻ വേണ്ടത് പോട്ട് ഇവിടെ കണ്ടല്ലോ. അപ്പൊ പോട്ടി മിക്സ് നമ്മൾ നിറക്കണം അടിയില്. അതിനിതാ കരിയില കമ്പോസ്റ്റ് കൊണ്ടുപോയി വെച്ചു. ഇതെന്റെ ഇഷ്ടം പോലെ തൈകളാണ്. പിന്നെ ഈ പോട്ടിന്റെ അടിയിൽ, മണ്ണിന്റെ അടിയിൽ ഭാഗത്തേക്ക് നമ്മള് കുറെ പച്ചിലൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇതെല്ലാം ചീഞ്ഞങ്ങ് പോകും. തന്നെ ഇതിൽ ഞാൻ ഇടുന്നത് ഈ പച്ചില. ഇത് പുല്ലൊക്കെ അങ്ങ് പറിച്ചാൽ മതി. ഒക്കെ നല്ല വള. അതൊക്കെ അങ്ങ് ചീഞ്ഞ് മണ്ണുമായിട്ട് അങ്ങ് ലയിച്ച് വളമായി മാറിക്കോളും. അങ്ങനെ ഇടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നറിയോ? മണ്ണ് കുറച്ച് മതി. ഈ പോട്ടിന് വെയിറ്റ് ഉണ്ടാവൂല. മണ്ണ് പാറ പോലെ ആവൂല, ഉറക്കൂല. മണ്ണ് പാറ പോലെ ഉറക്കാത്ത രീതിയാണെങ്കിൽ, നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഈ ചെടികൾക്ക് വേര് വേഗം അങ്ങ് മുളച്ച് വേഗം സ്പ്രെഡ് ആവും. ഒന്നായിട്ട് വേര് വരും. നല്ല വേരുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ചെടി ഉണ്ടാവും. ആരോഗ്യമുള്ള ചെടിയിലാണ് ധാരാളം തളിരും മൊട്ടും പൂവൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് പോട്ടിൽ ഉഷാറായിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ അടിയിൽ പച്ചില വളയും. കരിയില കമ്പോസ്റ്റാട്ടോ, വെറും മണ്ണല്ലത്. ഞാന് വേനൽക്കാലാവുമ്പോ കരിയിലെല്ലാം സ്വരൂപിച്ച് ചാക്കിലാക്കി വെക്കും. അതൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അങ്ങനെ ആയതാ ഇത് കേട്ടോ. കരിയില കമ്പോസ്റ്റ് എന്ത് നല്ല വളാന്നറിയോ? അപ്പൊ ഞാന് കരിയില കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അടുത്തതാണ് ഞാൻ നടാൻ പോകും. ഒരു തൈ ഇങ്ങ് പറിച്ചെടുക്കുക.
എവിടെ എങ്ങനെ പറിച്ചാലും വേര് കൊണ്ടുള്ള ചാകരയാ. എന്താ അതിന് മൊട്ടുണ്ടായിട്ടുണ്ട്. ചെറിയൊരു തണ്ട് നട്ടതാ, മൊട്ടുണ്ടായ കണ്ടോ, വേരിതാ കണ്ടമാനം വേരാ. അപ്പൊ നമുക്ക് ഇതിലങ്ങ് നട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് നട്ടാല് വേരായി ആവശ്യത്തിന് നനവ് കിട്ടും. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, അവർക്ക് വെയിലൊക്കെ വന്ന് എത്രയോ ആയി. അപ്പൊ ഇത് ഓണാവുമ്പത്തിനേക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ, ഓണാവുമ്പത്തേ നമുക്ക് ഒരു പൊളി പൊളിക്കും. നല്ല അടിപൊളി ചെണ്ടുമല്ലി നിറയെ കിട്ടും. അപ്പൊ ഒന്ന് നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ വേറൊന്ന് നടട്ടെ, നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി. ഇനി വേറൊന്ന് നടുകയാണ്. ഈ പോട്ട് പഴയതാണ്, ഇതിൽ ഒരു ചെടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, ഇത് മഴയത്താ വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയൊന്നും നോക്കണ്ട കേട്ടോ, ഒക്കെ അങ്ങ് മൂടി പോകും. കാരണം അതിൽ മണ്ണിടും, പച്ചില വളട്ട് നീ മണ്ണിടട്ടെ. മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ കളറ് നോക്ക്, ഇതിന്റെ കളർ ഇത് കരിയില കമ്പോസ്റ്റാ, അതാണ് ഇതിന് കളർ ഇങ്ങനെ. ഇതിൽ വേഗം ചെടികൾ ഉണ്ടായിക്കോളൂ. നമ്മൾ പ്രത്യേകമായിട്ടൊരു വളമൊന്നും നമ്മൾ ചെയ്യണ്ട. ഞാൻ ഈ പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വളം ചെയ്യലില്ല കേട്ടോ. എല്ലാരും എന്നോട് ചോദിക്കൂ, നിങ്ങൾക്ക് എന്താ ഇത്ര അധികം പൂ ഇടുന്നത്, നിങ്ങൾ എന്താ വളം ചെയ്യുന്നത്? എന്റെ വളമാണ് ഇത്, കരിയില കമ്പോസ്റ്റ്. എന്താ ഒന്നും കൂടി പറിച്ചെടുക്കട്ടെ. മൂന്നാമത്തെ ഒന്ന് പറിച്ചാൽ വേര് കണ്ടോ, ഇതിന് ചെറിയൊരു കുഞ്ഞു മൊട്ടും, എല്ലാത്തിനും മൊട്ടും വരാൻ തുടങ്ങി കുഞ്ഞു പ്രായത്തിൽ തന്നെ. ഞാൻ നടാൻ പോവുക. ഈ ചെണ്ടുമല്ലിക്കൊക്കെ ഇത്ര ചെറിയ പാത്രം മതി. ഞാൻ ഇനി കുറച്ച് പൊക്കം വന്ന് പൂവിട്ട് കഴിഞ്ഞാൽ അതങ്ങ് വെട്ടിക്കളയും, പൂ പറിച്ചു കഴിഞ്ഞാൽ. എന്നാ പിന്നെ അതിന്റെ ചുറ്റും വീണ്ടും ശാഖകൾ ഉണ്ടാവും. ഒന്ന് പറിച്ച് നട്ടു, രണ്ട് പറിച്ച് നട്ടു, ഇനി മൂന്നാമത്തെ. ഓ, ഇതിന് ഞെട്ടിക്കുന്ന പേരാട്ടോ. ഇതിന് പേരുണ്ടായത് ശാഖ തന്നെ നിറച്ച് ചുറ്റും ഉണ്ടായി. ഇതിന് ശരിക്കും ഈ പോട്ട് പോരാ, ഞാൻ ഇതിനെ ഒരുക്കി നിർത്തിയ ഇതാ കണ്ടോ, ഇതാ ചുറ്റും ശാഖ ഉണ്ടായത്. അങ്ങനെ വിജയകരമായിട്ട് 3 നട്ട്. ഇനിയും നടാൻ പോവുക, കാരണം അതിൽ കുറേ ഉണ്ട്. 4ാമത്തെ പോട്ട്, അതിൽ ഞാൻ കുറച്ച് പുല്ലെല്ലാം പറിച്ചിട്ട് ഇനി എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടുന്നു. എൻ്റെ സൂത്രവിദ്യ തന്നെ ഈ കരിയില കമ്പോസ്റ്റ് കൊണ്ട് നടുക എന്നുള്ളതാ. അതാണ് വിജയിക്കുള്ളൂ. ഞാൻ പൈസ കൊടുത്തൊന്നും ഒരു സാധനം വാങ്ങൂല, ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിക്കലേ ഉള്ളൂ. കരിയില കമ്പോസ്റ്റിനുള്ള ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളെ വീടും പരിസരവും നല്ല വൃത്തി ഉണ്ടാവും. ദിവസം അടിച്ചു വാരി കൊണ്ടുപോയി ഇടുക. പിന്നെന്ന് പറഞ്ഞാല് നമുക്ക് വളം പൈസ കൊടുത്ത് വാങ്ങണ്ട, അങ്ങനെ ഒരു ഗുണം. വേറൊന്നും പറിച്ചെടുക്കട്ടെ. ഇതിൽ കൊറേ അങ്ങ് പോന്നുപോയി, ഇത് പറിച്ചപ്പോ കൊറേ പോന്നു. ഇതിന്റെ പേര് ഞാൻ കാണിച്ചു തരണപ്രദ. നിറയെ തളിര് വന്ന് കണ്ടോ, ഈ തളിര് ഇങ്ങനെ അങ്ങോട്ട് ഉഷാറാവും. കണ്ടില്ലേ തളിര് വന്ന്, വേര് വന്ന്. ഒക്കെയാണ് പൂക്കൾ ഉണ്ടാവാനുള്ളേ എൻ്റെ സൂത്രവിദ്യകള്. ഇത് റോഡ് സൈഡ് ആയിട്ടേ പലർക്കും ഒരു ഡൗട്ടാണ് എന്നോട്, ഇതെങ്ങനെ ഉണ്ടാവുന്നത് എന്നൊരു സംശയം ചോദിക്കല്. അപ്പൊ കുറച്ചും കൂടി അത് ഭയങ്കരമായ വേര് വന്നത്, മണ്ണ് മൂടട്ടെ വേരൊക്കൊന്ന്. അങ്ങനെ 4 നട്ടു. അങ്ങനെ ഇന്ന് എന്റെ കൃഷി എന്ന് പറഞ്ഞ ചെണ്ടുമല്ലി നടലാണല്ലോ. അങ്ങനെ 4 നട്ടു. ഇതാ 1, 2, 3, 4. ഇതിലും കുറെ തൈകളുണ്ട്, പോന്നു ഇട്ടുണ്ട്. അതൊക്കെ ഞാൻ പുറത്ത് നടാന്ന് വിചാരിച്ചു. ഇതൊക്കെ വന്നു പറിച്ചവൻ കിട്ടിപ്പോയി. ഇതെല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ കഴുകി ഇങ്ങ് കാണിച്ചതാ വേര്. ഇത് ഞാൻ പിന്നെ നടുന്നുണ്ട്, പിന്നെ പുറത്താ നടുന്നത്. അപ്പൊ എന്റെ വീഡിയോ കണ്ടില്ലേ, ഇങ്ങനെ എല്ലാവരും ചെണ്ടുമല്ലി നടുക കേട്ടോ. ഇതിന്റെ മുമ്പ് എന്നോട് ഓരോരുത്തർ ചോദിക്കും, നടുന്ന് കാണിക്കുന്നുണ്ട്, ഉണ്ടായത് കാണിക്കുന്നില്ലല്ലോ എന്ന്. മുളച്ച് വളർന്നു വന്ന് അത് ഞാൻ കാണിച്ചു തരാം വേറെ കേട്ടോ. കണ്ടല്ലോ നട്ടത്. ഇത് ഞാനിങ്ങനെ കയ്യിൽ ഈസിയായി പിടിക്കാൻ കാരണം എന്താ, ഇതിന് വെയിറ്റ് കുറവാ. കൂടുതലും ഇത് കരിയില കമ്പോസ്റ്റും അടിയിൽ പച്ചില വളവും ഒക്കെയാ. അല്ല പച്ചില
പച്ചിലാന്ന് പറഞ്ഞ് ഞാൻ എന്റെ കളകളൊക്കെ ഒന്ന് പറിച്ചെടുത്തതാ. ഞാന് ഇങ്ങനെ എങ്ങനെയാണ് മുളപ്പിച്ചതെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് വീഡിയോ ഇനിയിപ്പോ കാണാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് പൊട്ടിച്ചത്, ഞാൻ എങ്ങനെയാണ് നട്ടത് എന്നുള്ളത് കേട്ടോ. എന്റെ വേറൊരു ചെണ്ടുമല്ലി പൊട്ടിച്ചെടുത്തിട്ട്, ഇത് വേറൊരു ചെണ്ടുമല്ലിയാട്ടോ. ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊരു മഞ്ഞ കളറ്, ഓറഞ്ച് അല്ല. ഇത് കണ്ടോ ഇവിടെ നിറയെ മുട്ട് വരുന്നത്, ഇതൊക്കെ ഞാൻ പുറത്ത് നട്ടതാ. ഇവിടെ ഞാൻ അടിഭാഗം കട്ട് ചെയ്തിരുന്നു. അപ്പൊ ശാഖകൾ 5-6 വന്നു. ഇനിയും കട്ട് ചെയ്യണം, കാരണം ഇത്ര പൊക്കം വേണ്ടതിന്. അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്യാട്ടോ. ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്താല് ഇത് ഞമ്മക്ക് വീണ്ടും കട്ട് ചെയ്യാം. അത് 2-3 എണ്ണത്തിനുണ്ട്. ഇതാ ഇതങ്ങ് നട്ട് കൊടുത്താൽ വേരുണ്ടാവും, ശാഖയുണ്ടാവും. ഇവിടെ ഇതാ ഇനിയും കുറേ നട. ചെണ്ടുമല്ലി ഇപ്പം തന്നെ പിടിപ്പിച്ചാൽ മതി. ഓണത്തിനേക്ക് വേണ്ടവർക്കൊക്കെ ഞാൻ കൊടുക്കും. നല്ല കട്ടയാ. ഇതാ ഞാൻ ഇന്ന് നട്ടത്. ഇതേതാണെന്നറിയോ? ഇതിപ്പോ ഞാൻ ചെടിമെന്ന് പൊട്ടിച്ചകളെ ഞാൻ കാണിച്ചു തന്നില്ലേ, അത് വെച്ചതാ. അത് വേര് പിടിക്കാൻ വേണ്ടി വെച്ചതാ. ഇതെല്ലാം വേര് വന്ന് ഞാനിത് പെർമനന്റ് ആയി വെച്ച തന്നെയാണ് അത് കേട്ടോ. ഇനി ഇതൊക്കെ അങ്ങ് വേര് വരും, അന്നേരം ഞാൻ വേറെ പോട്ടിലേക്ക് വെക്കും. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വിശദമായിട്ട് കാണിച്ചത്. എന്റെ വീഡിയോന്റെ താഴെ ഇപ്പം കമന്റ് വരൂ, നിങ്ങൾ എന്ത് വളാ ചേർക്കുന്നത്, എങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്, നിങ്ങൾ എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നൊക്കെ പല കമന്റ് വരൂ. അപ്പൊ ഞാൻ അവർക്കൊക്കെ ഉള്ള മറുപടി ആയിട്ടാണ് ഞങ്ങളെ കാണിച്ചു തന്നത്, എങ്ങനെയാണ് എന്റെ ചെണ്ടുമല്ലി ഇങ്ങനെ പൂവിടാൻ കാരണം എന്നുള്ളത്. സൂത്രവിധികളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം നട്ട് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.